എൻ്റെ കുട്ടിക്ക് 5 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഞാൻ കൈ തൊട്ടതെല്ലാം ഫെയിലാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഞാൻ ചെയ്താൽ സക്സസ് ആകും എന്ന് പറയാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ ഉണ്ടായിരുന്നില്ല. ചെയ്ത് കാണിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഫാമിലിയോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു കരിയറോ ഒന്നും ഇല്ല. എങ്ങോട്ടാണ് എനിക്ക് തോന്നുന്നത്, എല്ലാം എൻഡ് ആകാനുള്ള ഒരു ടൈമായി എന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നൊന്നും മോട്ടിവേഷൻ തരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ടൈമിൽ അത്രയും താഴ്ത്തി പറഞ്ഞെടുത്ത് നിന്നു. ഇപ്പോൾ ഞാൻ നിന്നെ കൊണ്ട് പ്രൗഡാണ് എന്ന് പറയാനായിട്ട് ഹസ്ബൻഡിന് പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പേര് തൻസില, ഫോണ്ടന്റ് ആൻഡ് കേക്ക് ആർട്ടിസ്റ്റ് ആണ്. കൂടാതെ ഫോണ്ടന്റ് എഡ്യൂക്കേറ്ററും കൂടിയാണ്. ആൻഡ് ഓൾസോ ഫൗണ്ടർ ഓഫ് TCN കേക്ക് ആർട്ട്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് അല്ലെങ്കിൽ കേക്ക് ഡിസൈനിങ് ആണ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാഡമിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെ ഒരു ജോബ് നേടുക എന്നതായിരുന്നു എൻ്റെ കൂടുതൽ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചിരുന്നതും അതിനുവേണ്ടി ആണ് ഞാൻ പരിശ്രമിച്ചിരുന്നതും. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ മാരേജ് കഴിയും. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ മാരേജ് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒപ്പം നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഒബ്വിയസ്ലി നമുക്ക് നേരത്തെ കുട്ടികളായി. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് സ്റ്റോപ്പായി. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ഫാമിലി കുറച്ച് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നമുക്കതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ കേൾക്കാറില്ലേ, പാർട്ട്ണർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ പതിയെ ഡിവോഴ്സിലൊക്കെ പോകുന്നത്. പക്ഷെ ഞാൻ ഡിവോഴ്സ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഡിവോഴ്സ് ചെയ്യാതെ തന്നെ നമ്മൾ അതിൽ നിന്നെല്ലാം മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. ഒരു ദിവസം വൈകിട്ട്, എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നു, ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഈവനിങ്ങിൽ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് 5 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ എന്തോ ഒരു ഭയങ്കര ഫീലായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചത്, ഞാൻ 10th അല്ലെങ്കിൽ +2 പഠിച്ചിരുന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു തോട്ടേ ഉണ്ടായിരുന്നു, നല്ലൊരു ജോബ് വാങ്ങിക്കണം. പക്ഷെ അതൊക്കെ ഒന്നും ഇല്ലാതായപ്പോൾ എനിക്ക് ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ചെയ്തതെല്ലാം നമ്മൾ പറയില്ലേ, യാന്ത്രികമായി ആ ഒരു രീതിയിലായിരുന്നു. അരിയിൽ കൊണ്ട് പഞ്ചസാര ഇടുക, അല്ലെങ്കിൽ കുട്ടിയുടെ ബ്രഷ് എടുത്തിട്ട് തേക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, പാലിങ്ങനെ പതഞ്ഞ് പൊന്തുന്നു, അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ വേറെന്തോ ചിന്തയിൽ ഇരുന്നിട്ട് പതിഞ്ഞു പോകുന്നത്. ശരിക്കും അത് ഞാൻ റിയൽ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എന്നെക്കൊണ്ട് പറ്റുമോ, എൻ്റെ ലൈഫ് ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ. ആ ഒരു ടൈമിൽ ഞാൻ ചെറിയ രീതിയിൽ ബേക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മോൾക്ക് കേക്ക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ മദർ ഒരു ബീറ്ററൊക്കെ വാങ്ങി തന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ ബേക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ബേക്കിംഗ് ചെയ്ത്, അതായത് സെയിൽ ചെയ്യുന്നത് അറിഞ്ഞത്. എനിക്കതൊരു ന്യൂ തോട്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ബേക്കിംഗ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ആ ഒരു ഏരിയയിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആളോട് കൂടുതൽ ചോദിച്ച്, തസീല എന്നാണ് പേര് കേട്ടോ, കൂടുതൽ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ എനിക്കും അത് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഹസ്ബൻഡിന് അങ്ങനെ ഫസ്റ്റ് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നീട് ഓക്കെ, വീട്ടിൽ നിന്നല്ലേ ചെയ്യുന്നത്, നോക്കാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടി അതിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങി റെഡിയാക്കി നമ്മൾ അങ്ങനെ കേക്ക്സ് ഒക്കെ ചെയ്ത് അടുത്തുള്ള ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നെയ്ബേഴ്സിനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു നെയ്ബർ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡറും തന്നു. അപ്പോൾ അങ്ങനെ കേക്ക് സെയിൽ ചെയ്തു. കുറച്ച് ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ആണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാലോ, ഇപ്പോഴത്തെ ആ ഒരു ടൈമിൽ ഒരു ട്രെൻഡിങ് ആയിരുന്നു കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മുടെ ആ ഒരു സെയിലിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞു. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഓർഡർ ഒന്നും കിട്ടാതെയായി. അപ്പൊ ആ ഒരു ടൈമിൽ ഭയങ്കര ഫിനാൻഷ്യലി നമുക്ക് ഒരു ഡൗൺ ആയിപ്പോയി. ബേക്കിംഗ് ഇല്ല, പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഏർണിങ്സ് ഒന്നും കിട്ടുന്നില്ല, ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും ജോബ് ആ ഒരു ടൈമിൽ എല്ലാവർക്കും പോലെ ജോബൊക്കെ നഷ്ടമായി. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഒരു ഷോപ്പ് ഇട്ടാലോ എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള എല്ലാ സേവിങ്സും എടുത്ത് ഒരു ഷോപ്പ് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ബേക്കിംഗ് മെറ്റീരിയൽസിന്റെ ഷോപ്പ്, ബേക്കേഴ്സ് ചോയ്സ് എന്നായിരുന്നു ആ ഷോപ്പിന്റെ നെയിം. അങ്ങനെ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കര സെയിൽസ് ആയിരുന്നു ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്ന് ആ ഒരു ലൊക്കേഷനിൽ നമ്മുടെ ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സെയിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രഗിൾസ് നേരിട്ടു. പിന്നെ അതുകൂടാതെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നത് കുറവായിരുന്നു. ചൈനയിൽ നിന്ന് ഇമ്പോർട്ടിംഗ് ഒക്കെ കുറവായിരുന്നല്ലോ. ഒരു ടൈമിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടിയപ്പോൾ നമ്മൾ ബൾക്കായിട്ട് അത് സ്റ്റോക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഉള്ള സേവിങ്സും പ്ലസ് ലോണൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, അത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു. അത്രയും നാളും ഒരു സെയിൽസിന്റെ ഒരു പീക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും ഡൗൺ ആണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചാല് നമ്മളിവിടെ ലോണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം നമുക്ക് അടയ്ക്കാൻ പറ്റാതെയായി. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വേറെ ഏതെങ്കിലും ഷോപ്പിലേക്ക് മാറാം. പക്ഷെ മാറാമെന്ന് വിചാരിച്ചെങ്കിലും അത് ഷട്ട് ഡൗൺ ചെയ്യണ ആ ഒരു രീതിയിലാണ് പോകുന്നതെന്ന് നമ്മൾ കരുതിയില്ല. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു. എപ്പോഴും നടക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഐഡിയ ആയിപ്പോയല്ലോ, എല്ലാവരും കുറ്റപ്പെടുത്തി. കാരണം അറിയാം നമ്മുടെ കയ്യിലുള്ള എല്ലാ സേവിങ്സും ഇട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അതെല്ലാം സീറോ ആയി. സീറോ അല്ല, മൈനസ് ആയി. നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ മൈനസിലേക്ക് വന്നു. ഒരു ഏകദേശം ഒരു 12 lakhs കടം വന്നിട്ടുണ്ടായിരുന്നു. ഈ നഷ്ടം വന്നതും നമ്മളൊരു ചിട്ടി നഷ്ടത്തിന് വിളിച്ചെടുത്തു. അങ്ങനെ 12 ലക്ഷം കടം വരുത്തിയ ഞാൻ എന്നുള്ളൊരു ടൈറ്റിലും കൂടി എൻ്റെ ഫാമിലിയിൽ കിട്ടി. ആ ടൈമില് ഫാമിലി പോലും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താനാണ് തുടങ്ങിയത്. ഈവൻ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നഷ്ടം വരുത്തി എങ്ങനെ അത് തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ കാരണം എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു മെന്റൽ ഒരു ഡ്രോമയിലേക്കായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ടൈമിലാണ് ഷോപ്പിൽ വന്നിരുന്ന ഒരു കുട്ടി എന്നോട് ഫോണ്ടന്റ് ടോപ്പർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഫോണ്ടന്റ് ടോപ്പർ എന്ന് പറയുന്നത് നമ്മൾ കേക്സിനകത്ത് വെക്കുന്ന ഷുഗർ പേസ്റ്റ് കൊണ്ട് ചെയ്യുന്ന ഷുഗർ പേസ്റ്റിനെയാണ് ഫോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഷുഗർ പേസ്റ്റ് കൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ഡെക്കറേഷൻസ്, ഫിഗേഴ്സ് ഒക്കെ ചെയ്യും. ആനിമൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫോണ്ടന്റിലേക്കുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്. ആ കുട്ടി തന്ന ഒരു ഓർഡർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ടോപ്പേഴ്സ് ഒക്കെ ചെയ്ത്, ആനിമൽ ടോപ്പർ ആയിരുന്നു അത്, ആനിമൽ ടോപ്പേഴ്സ് ഒക്കെ ചെയ്ത് ആ കുട്ടിക്ക് കൊടുത്തു. അതിന് പതിയെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. അതെടുത്ത് ഞാൻ സ്റ്റാറ്റസ് വെച്ചു, സ്റ്റോറി ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സ് അതേപോലെ എൻ്റെ അടുത്ത് എൻക്വയറി ആയിട്ട് വന്നു, എനിക്കും അതേപോലെ ചെയ്തു തന്നെ. അപ്പോൾ ഒരു ന്യൂ ഐഡിയ ആയിരുന്നു അത്. അതായത് കേക്കിനകത്ത് വെക്കുന്ന ഡെക്കറേഷൻസ് സെയിൽ ചെയ്യാന്നുള്ളത്. എനിക്ക് അറിയില്ല ആ ഒരു ടൈമിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു, ഒരുപാട് ഓർഡേഴ്സ് അങ്ങനെ കിട്ടാൻ തുടങ്ങി. സെയിം ടൈം ഞാൻ റിയലിസ്റ്റിക് കേക്ക്സ് ചെയ്തു, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പോപ്കോൺ ചെയ്തു. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കുമായിരുന്നു. ഏതെങ്കിലും ഒന്ന് സക്സസ് ആയാലോ, നമുക്ക് ഇതൊന്ന് ഡെപ്സ് ഒക്കെ നമ്മളൊന്ന് ക്ലിയർ ആക്കണമല്ലോ. പക്ഷെ ആ ടൈമിൽ ഒരു 6 months കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും അവരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത്രയും ഒരു നഷ്ടം വരുത്തി വെച്ചത് കൊണ്ട്. പക്ഷെ
എൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഡിപ്രഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ടൈമിൽ അറിയില്ലായിരുന്നു ഞാൻ ഡിപ്രഷനിലേക്കാണ് പോകുന്നതെന്ന്. ആരും തന്നെ സപ്പോർട്ടിങ് ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താണ് ആ ഒരു ടൈമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മേ ബി ചിലപ്പോ അതെല്ലാത്തിൻ്റെ ഒരു തുടക്കമായിരിക്കാം. ഞാൻ എപ്പോഴും എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ റിയലിസ്റ്റിക് കേസുകളൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ FB-ലൊക്കെ ഷെയർ ചെയ്യും. ഇപ്പൊ മലബാർ അടുക്കള എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവർ തന്ന ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു സപ്പോർട്ടിലൂടെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ സപ്പോർട്ട് അത്രയും നാളും ആരും സപ്പോർട്ടിങ് ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ ഒരു ടീം സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ മൈൻഡിൽ എന്തോ ഒരു തോട്ട് ഇതെല്ലാം മാറും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ ഒരിക്കലും ഒന്ന് സക്സസ് ആകും എന്നുള്ളൊരു മൈൻഡിൽ വീണ്ടും വീണ്ടും ആരോ ഇങ്ങനെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഞാൻ കൈതൊട്ടതെല്ലാം ഫെയിലാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇത് ഞാൻ ചെയ്താൽ സക്സസ് ആകും എന്ന് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അപ്പൊ ഉണ്ടായിരുന്നില്ല. ചെയ്ത് കാണിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ചും കൂടി ഇതുപോലെ ഫിനാൻഷ്യലി കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടായി. ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷ് മൊത്തം ഈ സേവിങ്സ് ഒന്നും ചെയ്യാതെ ഈ കടങ്ങൾ തീർക്കുന്നതിലേക്ക് പോയപ്പോൾ ആൾ കുറച്ചും കൂടി ഫ്രസ്ട്രേറ്റഡ് ആയി. അങ്ങനെ ഫാമിലി ഇഷ്യൂസ് കുറച്ചും കൂടി ഒന്ന് മുറുകി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാള് സെപ്പറേറ്റഡ് ആയി. ഒരു 6 മന്തോളം നമ്മൾ സെപ്പറേഷനിലായിരുന്നു. ആ ഒരു ടൈമിൽ എഗെയിൻ രണ്ടാമത്തെ ഡിപ്രഷനിലേക്കാണ് പോയത്. ഓൾറെഡി എനിക്ക് ഈ ഒരു കടങ്ങൾ തീർക്കണം, അതിൻ്റെ കൂടെ എൻ്റെ മാരേജ് ലൈഫ് അതൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കരിയറോ ഒന്നും ഇല്ല. എങ്ങോട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാം എൻഡ് ആകാറുള്ള ഒരു ടൈമായി എന്ന് വിചാരിച്ചു. ഞാൻ അപ്പോൾ ഒക്കെ ഇങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ മേ ബി അതിനേക്കാളും പഠിക്കാത്തവർ പോലും, അല്ലെങ്കിൽ അത്രയും അക്കാഡമിക്സിൽ അത്രയും നമ്മൾ ചെയ്യാത്തവർ പോലും നല്ലൊരു ജോബ് കിട്ടുന്നു, നന്നായിട്ട് ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഞാൻ അതൊക്കെ ഓവർകം ചെയ്തതെന്ന്. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം കരകയറണം എന്നുണ്ടായിരുന്നു. ടൈം എടുക്കും, എനിക്കറിയാം. ഞാൻ എന്നെ തന്നെയാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. കാരണം എന്തെങ്കിലും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന മോട്ടിവേഷൻ തരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു കൗൺസിലിംഗ് തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് നേടി. അങ്ങനെ ഒരു 3 സെഷൻ അല്ലെങ്കിൽ 4 സെഷനൊക്കെ ഞാൻ കൗൺസിലിംഗ് എടുത്തു. കുറച്ചൊന്ന് ഹെൽപ്ഫുൾ ആയെങ്കിലും നമ്മൾ തന്നെ താനെ വീണ്ടും ഒരു പതിയെ ട്രാക്കിലേക്ക് വന്നു. വീണ്ടും ഈ ഫൗണ്ടൻ വർക്ക്സുകളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ സെപ്പറേഷന്റെ കാലാവധി കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഒരുമിച്ചു 1, 2, 3 മാസങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. വീണ്ടും തുടങ്ങിയെന്നല്ല, വീണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല ഫാമിലി കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എല്ലാ കാര്യത്തിനും. ആ ഒരു ടൈമിലാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ, ഫോണ്ടൻ ഷുഗർ പേസ്റ്റ് കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്നു. അത് ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സ് കാണും. അപ്പൊ ഈ റെയിനി സീസണിലൊക്കെ ഞാൻ ചെയ്ത് കൊറിയറൊക്കെ ചെയ്യുമായിരുന്നു. ഓൾ കേരള ഡെലിവറി ചെയ്യും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഹോം ബേക്കേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും മെൽറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റിക്കിനെസ്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു നമ്മളെ ഒരു ഫ്രണ്ട്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് സ്റ്റുഡൻസ് ആയിട്ട് വന്നു. അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഫോണ്ടന്റിൽ കൂടുതലും ഫോക്കസ് ചെയ്യാൻ കാരണം, നമുക്കറിയാലേ ഈ കേക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ ഓടി വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കഴിച്ച ഒരു കേക്കിന്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലെ.
പക്ഷെ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക്സ് കൂടുതലും ഔട്ടർ പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്പൈഡർമാൻ, യൂണിക്കോൺ അല്ലെങ്കിൽ കാത്തു അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഡെക്കറേഷൻ പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സിന്റെ അടുത്ത് വരുന്നത് സിമ്പിൾ വാനില കേക്ക് മതി, പക്ഷെ ഇതേപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നി ഇപ്പോ എല്ലാവർക്കും ഡെക്കറേറ്റ് ചെയ്താൽ മതി. ടേസ്റ്റിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ഒരുപാട് ക്യാഷ് മുടക്കി നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ഇതുപോലെ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനൊക്കെയാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ടർ പാർട്ടിന് ഒരു പടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും വരുമ്പോൾ കസ്റ്റമേഴ്സ് ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് മീൻസ് ചെയ്ത കേക്ക്സുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഔട്ടർ പാർട്ടാണ് നോക്കിയിട്ട് നമുക്ക് ഓർഡർ തരിക അല്ലെ. ഒരിക്കലും കേക്ക് കഴിച്ചിട്ടല്ല നമുക്ക് ഓർഡർ തരുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഡെക്കറേഷൻ അല്ലെങ്കിൽ ഫോണ്ടന്റിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാനും അവരുടെ ഒരു ബേക്കിംഗ് ജേർണിയിൽ ഒരു മെന്ററായിട്ട് കൂടെ നിൽക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000 അടുത്ത് സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഫോണ്ടന്റിനെ കുറിച്ച് ഒരു ഫ്രീ ക്ലാസ് നമ്മൾ വൺസ് ഇൻ എ വൈൽ ഇടക്ക് വെക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളൊരു 1000+ ഫോണ്ടന്റ് ടോപ്പേഴ്സ് ഓർഡേഴ്സ് കൊറിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ മുമ്പ് സങ്കടപ്പെട്ടിരുന്നല്ലോ, ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു, എന്നെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ. അവരെക്കാളും ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ഹസ്ബൻഡാണ്. ഒരു ടൈമില് അത്രയും താഴ്ത്തി പറഞ്ഞെടുത്ത് നിന്നു ഇപ്പോ ഞാൻ നിന്നെ കൊണ്ട് പ്രൗഡാണ് എന്ന് പറയാനായിട്ട് ഹസ്ബൻഡിന് പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ഇപ്പോൾ നമുക്കൊരു 1000 അടുത്ത് മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നമ്മൾ മോട്ടിവേഷൻ കേൾക്കാറുണ്ട് അല്ലേ, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം, നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫ് വേറെയാണ്, ഈ പറയുന്ന മോട്ടിവേഷൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എൻ്റെ ലൈഫ്. എന്നെക്കൊണ്ടത് പറ്റില്ല, കാരണം എനിക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ട്, ഫിസിക്കലി പ്രോബ്ലം ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇമോഷണലി ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് പറയുന്നവരുടെ ലൈഫല്ല എൻ്റെത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചെടുത്ത് നിന്ന് എന്നെക്കൊണ്ടൊന്ന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഇപ്പോൾ ഐ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ആൻഡ് സപ്പോർട്ട് മൈ ഫാമിലി. ഈവൻ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും എൻ്റെ മോൾക്കാണെന്നുണ്ടെങ്കിലും മദർ ഇൻ ലോക്കാണെങ്കിലും അവരുടെ ഒരു ലൈഫ് ഞാൻ എന്നിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവരുടെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് 10 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതിൽ നിന്നും എൻ്റെ ഫാമിലി മൊത്തം ഇപ്പോൾ ഞാനാണ് നോക്കുന്നത് എന്ന് പറയാൻ അവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത, സഹകരിച്ച, സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തില്ലായിരുന്നു. കാരണം അവര് പറഞ്ഞ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ അവരൊറ്റപ്പെടുത്തുമ്പോൾ ഞാൻ എന്നിലെ കഴിവാണ് ഞാൻ അവിടെ കണ്ടെത്തിയിരുന്നത്. അതിലൂടെയാണ് ഞാൻ ഈ ഒരു സക്സസിലേക്ക് വന്നത്. എൻ്റെ ഈ ഒരു ജേർണിയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും തളർന്നു നിൽക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു
ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ വീണു പോയേക്കാം, നഷ്ടം വന്നേക്കാം, സപ്പോർട്ടിങ് ആരും ഇല്ലാതിരിക്കാം. പക്ഷേ നമ്മൾ വീണ്ടും 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 പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. എന്നെങ്കിലും നമ്മളൊന്ന് സക്സസ് ആകാതിരിക്കില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ തങ്ങി നിൽക്കാതെ വീണ്ടും പരിശ്രമിച്ച് മുൻപോട്ട് പോയി ഇതിനേലും നല്ല സക്സസ്സുകൾ ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.